എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ അടിപൊളി ഒരു ഗോതമ്പ് പായസമായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ ഗോതമ്പ് പായസം ഒന്നും അല്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പാലോ കോക്കനട്ട് മിൽക്കോ ഒന്നും ഉപയോഗിക്കുന്നില്ല. തേങ്ങ ചെരുകാനോ പാല് പിഴിയാനോ മിക്സിയിലിട്ട് അടിച്ച് പാല് പിഴിയാനോ ഒന്നും നിൽക്കണ്ട. വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഗോതമ്പ് മാത്രം ഉപയോഗിച്ചുള്ള പായസമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ഒരു കപ്പിൽ സൂചി ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ സൂചി ഗോതമ്പ് വീട്ടിലില്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് ഉണ്ടെങ്കിൽ അതുകൊണ്ടും ഇങ്ങനെ പായസം തയ്യാറാക്കാം. ഈ ഒരു കപ്പിൽ സൂചി ഗോതമ്പ് ഞാൻ എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ്സിലോ വേറെ ഇത് ഏത് കപ്പാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ കപ്പ് കൊണ്ടൊരു കപ്പ് സൂചി ഗോതമ്പ് എടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കപ്പിൽ എടുത്തിരിക്കുന്നത് കുറച്ച് ആട്ടപ്പൊടിയാണ്, അതായത് ഗോതമ്പ് പൊടി. അതൊരു അര കപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഗോതമ്പ് പൊടി. ഈ ഒരു കപ്പ് സൂചി ഗോതമ്പിലേക്ക് അതേപോലത്തെ കപ്പ് കൊണ്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു വിസിലടിച്ച് വേവിച്ചെടുത്തതാണ് അത് സൂചി ഗോതമ്പ്. അപ്പോൾ ഇതുപോലെ ഇരിക്കും, ഇങ്ങനെ നന്നായി വെന്തിട്ട് ഇരിക്കും. ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ കുക്കറിൽ. അങ്ങനെ വേവിച്ചെടുത്ത സൂചി ഗോതമ്പാണ് ഇത് ഇപ്പോൾ കാണുന്നത് നാള്. ഇനി ശർക്കര ഒരു 3/4 കിലോ ശർക്കര പാനിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, ശർക്കര പാനി. പിന്നെ ഒരു 10-15 ഏലക്കായ, കുറച്ച് പഞ്ചസാര, 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആദ്യം എടുത്ത അര കപ്പ് പൊടി ഉണ്ടല്ലോ ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി, അത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. ഉപ്പിടാൻ പാടില്ല, പായസത്തിലേക്ക് ആയ കാരണം ഉപ്പിടാൻ പാടില്ല. ഇതുപോലെ കുഴച്ച് ഒരു ചെറിയ ഉരുളയാക്കി വെച്ചിട്ട് ഉണ്ട്. അതിലേക്ക് ഇനി കുറച്ച് ഒരു പാത്രത്തിലിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക. 1 കപ്പ് വെള്ളം അതിലൊഴിച്ചിട്ടുണ്ട്. ഇനി അത് നന്നായി നമ്മൾ തേങ്ങയൊക്കെ പിഴിഞ്ഞെടുക്കണ പോലെ നന്നായി തിരുമ്പി പിഴിഞ്ഞ് ആ ഗോതമ്പ് പൊടിയുടെ പാല് നമുക്ക് എടുക്കണം. ആ പാലാണ് നമ്മൾ പായസത്തിന് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായി തിരുമ്പുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ആ ഗോതമ്പിൻ്റെ മട്ടൊക്കെ ഇങ്ങനെ വരും, പാല് മാത്രം വെള്ളത്തിലായിട്ട് വരും. നന്നായി പിഴിഞ്ഞ് അത് നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഈ പാല് അരിച്ചെടുക്കണം. അങ്ങനെ പാല് എടുത്തതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമുക്ക് 1 കപ്പും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി പിഴിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ 2 കപ്പ് പാല് പിഴിഞ്ഞ് അരിച്ച് എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് പാകം ചെയ്യാനുള്ള ഇത് നോക്കാം. സ്റ്റൗമ്മേ പാൻ വെച്ചു, അതൊന്ന് ചൂടായി വരണം. അടുപ്പ് ഓൺ ചെയ്ത് ഇനിയിപ്പോൾ ആദ്യമായിട്ട് അതിലിടാൻ പോകുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സൂചി ഗോതമ്പുണ്ട്, കുക്കറിൽ ഒരു വിസിലടിച്ച് വെച്ചത്. ആ സൂചി ഗോതമ്പാണ് ആദ്യം അതിൽ ഇടുന്നത്. അങ്ങനെ സൂചി ഗോതമ്പ് മുഴുവൻ അതിൽ ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര പാനി, ആ ശർക്കര പാനി അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ശർക്കര പാനി അതിൽ ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. അത് ഈ കട്ട പിടിച്ചതൊക്കെ ഒന്ന് ഇതായി വേറിട്ട് കിട്ടും. പിന്നെ ഈ ശർക്കര ആ ഗോതമ്പിനോടൊന്ന് യോജിച്ച് വരണം. അതിനായിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് ശർക്കര പാനി അതിൽ യോജിക്കുന്നത് വരെ ഇളക്കാം നമുക്ക്. കട്ടയൊക്കെ ഉടഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ
യോജിച്ച് ഏതാണ്ടൊക്കെ കട്ട അടഞ്ഞ് വന്നു. ഇനി അതൊന്നിങ്ങോട്ട് തിളച്ച് വരണം. അപ്പോഴാണ് ആ ശർക്കരപ്പാനി അതിനോട് കൂടിയിട്ട് ആ സൂചിഗോതമ്പോട് കൂടിയിട്ട് ഇങ്ങനെ യോജിച്ച് വരുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ വേറിട്ട് കിടക്കും. അതിനാണ് പറയുന്നത് കുറച്ച് നേരം അത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം തള വരുന്നവരെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ഗോതമ്പിൻ്റെ പാല് തയ്യാറാക്കിയത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഏതാണ്ട് കുറുകി വന്നിട്ടുണ്ട്. ആ ശർക്കരയൊക്കെ ഗോതമ്പിൻ്റെ മുകളിലൊക്കെ പിടിച്ച് ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഗോതമ്പ് പാലാണ് ഒഴിക്കാൻ പോകുന്നത്. അരിച്ച് റെഡിയാക്കി വെച്ച പാല് ഒഴിച്ചു കൊടുക്കുന്നു. അതിൻ്റെ അടിഭാഗം ഒഴിക്കരുത്, ആ തെളി മാത്രം ഒഴിക്കണം. അടിഭാഗം ഒഴിച്ചാൽ ഗോതമ്പിൻ്റെ ആ പൊടി അതിൽ പെട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. അപ്പോൾ ആ പാല് മാത്രം നമ്മൾ ഒഴിക്കണുള്ളൂ, അടി മാറ്റി വയ്ക്കുന്നു. ഇനി ഇതൊരു 5 മിനിറ്റ് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് ഇളക്കി കഴിഞ്ഞപ്പോൾ അത് തിളയ്ക്കും. തിള വന്നാൽ അത് ഏതാണ്ട് കട്ടിയായി കണ്ട എല്ലാം കൂടി യോജിച്ച്. അധികം കട്ടിയാവാൻ പാടില്ല, കാരണം ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് കട്ടിയാവും. അത് കാരണം ഇത്തിരി ലൂസിൽ നമ്മൾ ഇത് എടുക്കണം. പായസം ഒരുപാട് കട്ടിയാക്കരുത്. ഈ ഇതുപോലെ ലൂസിൽ എടുക്കണം. ഇത്രയും കട്ടി മതി. തിളച്ച് ഏതാണ്ട് പാകമായി. ഇനി നമ്മൾ പൊടിച്ചു വെച്ച ഏലക്ക, പഞ്ചസാര കൂട്ടി പൊടിച്ചു വെച്ച ഏലക്കായ പഞ്ചസാരയും കൂട്ടിയിട്ട് അതിൽ വിതറി കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയും ഏലക്കായൊക്കെ ഒന്ന് അതിൽ യോജിച്ച് വരാനായിട്ട് നന്നായി ഇളക്കി കൊടുത്താൽ ശരിയായി. പായസം റെഡിയായി. ഇനി അടുപ്പം നിറക്കാം. പായസം ഒരു ബൗളിലേക്ക് പകർത്തി വെച്ചു. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യിൽ വറുത്ത് വെച്ച കാഷ്നട്ടും മുന്തിരിയും അതിൻ്റെ മീതെ ഒന്ന് വിതറി കൊടുക്കുന്നു. ആ നെയ്യും കൂടി, ബാക്കിയുള്ള നെയ്യും അതിൽ ഒഴിക്കാം. അങ്ങനെ നമ്മുടെ പായസം റെഡി. നല്ല സ്വാദിഷ്ടമായ പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയി ഞാൻ വരുന്നത് വരെ കാത്തിരിക്കുക.